ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ 10 മണി ചെടിയാണ്. 10 മണി ചെടി നമുക്കറിയാം, മഴക്കാലത്ത് ഒരുപാട് പൂക്കളൊന്നും ഉണ്ടാവില്ല, പൂക്കളിങ്ങനെ കുറഞ്ഞു വരും. ചില ദിവസം നമുക്ക് നല്ല പൂക്കളുണ്ടാവും. എങ്കിലും മഴക്കാലത്ത് നമ്മൾ 10 മണി ചെടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്ത് ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ അടുത്ത സീസണിൽ, അതായത് അടുത്ത വസന്തകാലത്ത് നമുക്ക് നിറയെ പൂക്കൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കരുതലാണ് ഇപ്പോൾ മഴക്കാലത്ത് എടുക്കേണ്ടത് എന്നതാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ 10 മണി ചെടി നമുക്കറിയാം, ഇപ്പോൾ വേനൽക്കാലത്ത് മൊത്തത്തിൽ നിറയെ പൂക്കളായിരുന്നല്ലേ. എൻ്റെ ഒരുപാട് വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഒരുപാട് പേര് എന്നോട് കട്ടിങ്സ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മറന്നു പോയതല്ല. നിങ്ങൾ വിചാരിക്കും കട്ടിങ്സ് തരാമെന്ന് പറഞ്ഞാൽ പറ്റിക്കുകയാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. അപ്പോൾ ഞാൻ സെയിൽ തുടങ്ങണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ സെയിൽ തുടങ്ങാൻ നമ്മൾ പെട്ടെന്ന് തുടങ്ങാനൊന്നും പറ്റാത്തത് കൊണ്ടാണ്. അപ്പോൾ സെയിലായിട്ടുള്ള ബാക്കിയുള്ള പ്ലാൻസും കൂടി റെഡി ആയിട്ട് സെയിൽ തുടങ്ങുന്ന സമയം നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് വിചാരിച്ചത്. അപ്പോൾ മഴക്കാലമായാലും വേണ്ടിയില്ല, നിങ്ങൾക്ക് അയച്ചു തരാമെന്ന് വിചാരിച്ചതാണ്. അല്ലാണ്ട് പറഞ്ഞ് പറ്റിച്ചതല്ല കേട്ടോ. എല്ലാവർക്കും ഞാൻ ഫ്രീ ആയിട്ട്, നിങ്ങൾ ഡെലിവറി ചാർജ്, നമ്മുടെ എന്താ പറയുക, കൊറിയർ ചാർജ് മാത്രം കൊടുത്താൽ മതി. പിന്നെ പ്ലാൻസിന് ഒരു പൈസ പോലും വേണ്ട, ഞാൻ അയച്ചു തരുമെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഇതിലൊക്കെ ഞാൻ സഹായിക്കൽ എൻ്റെ മോനാണ്. അപ്പോൾ മോനും കൂടി ഉണ്ടെങ്കിൽ എനിക്ക് സഹായിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് അയച്ചു തരാത്തത് കേട്ടോ. അപ്പോൾ നമ്മുടെ 10 മണി ചെടി നമ്മൾ മഴക്കാലത്ത് നമുക്ക്, ഞാൻ പറയാറുണ്ട്, വെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കണം അല്ലേ. നമ്മൾ നല്ല മഴയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, വെള്ളം കെട്ടി നിന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ 10 മണി ചെടിയുടെ തണ്ട് ചീഞ്ഞു പോകും. കാരണം അതിൻ്റെ തണ്ടിലും അതിൻ്റെ ഇലയിലൊക്കെ ഓൾറെഡി വെള്ളം ഉള്ള ഒരു ചെടിയാണ് നമ്മുടെ 10 മണി ചെടി. അതുകൊണ്ട് മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കാത്ത രീതിയിൽ നമ്മൾ സംരക്ഷിക്കണം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ, നമ്മൾ മഴക്കാലം ഇപ്പോൾ തുടങ്ങി കുറച്ച് കഴിയുമ്പോഴേക്ക് തന്നെ നമ്മൾ പ്രൂണിങ് ചെയ്തിട്ട് ചെടിയെ നന്നായിട്ടൊന്ന് പ്രൂണിങ് ചെയ്തിട്ട് നമ്മൾ കിട്ടുന്ന കട്ടിങ്സൊക്കെ വേറൊരു ഗ്രോ ബാഗിലോ എന്തെങ്കിലും നട്ടിട്ട് നമ്മൾ മഴ കൊള്ളാത്ത സ്ഥലത്ത് സൂക്ഷിച്ച് വെക്കണം കേട്ടോ. അതാണ് നമ്മൾ രണ്ടാമത്തെ കാര്യം ചെയ്യേണ്ടത്. മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമ്മുടെ മഴക്കാലത്ത് നമ്മൾ ഓവറായിട്ട് നമ്മൾ വളം ഒന്ന് ഇട്ട് കൊടുക്കണ്ട കേട്ടോ. ഓവറായിട്ട് വളം ഇട്ട് കൊടുക്കണം. കാരണം മഴയത്ത് അത് ഒലിച്ചു പോകുന്നത് കൊണ്ട് ഓവറായിട്ട് വളം ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. പ്രത്യേകിച്ച് മഴക്കാലത്ത് നമ്മൾ 10 മണി ചെടിയെ നമ്മൾ സംരക്ഷിക്കേണ്ടത്, മഴവെള്ളം ഒരുപാട് കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക. രണ്ടാമത്തത് നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. മൂന്നാമത്തത് നമ്മൾ ഓവറായിട്ട് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ, മഴക്കാലം ആയതുകൊണ്ട് തന്നെ കേട്ടോ. അടുത്ത സീസണിലേക്ക് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നാണ് ഇനി പറയാൻ പോകുന്നത്. നമ്മളെ 10 മണി ചെടി ഇപ്പോൾ നിറയെ എല്ലാ സ്ഥലത്തും എല്ലാവരും വളർത്തുന്നവർക്കൊക്കെ ഇതുപോലെ ഉണ്ടാകും കേട്ടോ. ഒരു 1-2 കമ്പ് നമ്മൾ നമ്മുടെ ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലോ നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഫുൾ നിറയുന്നത് നമുക്ക് കാണാം. കാരണം നമ്മൾ മാസത്തിലോ അല്ലെങ്കിൽ 2-3 മാസം കൂടുമ്പോൾ നമ്മളിത് പ്രൂണിങ് ചെയ്യുന്നുണ്ടല്ലേ. പ്രൂണിങ് ചെയ്യുമ്പോൾ ഒരുപാട് ശിഖരങ്ങൾ വന്ന് അതിലൊക്കെ നമുക്ക് പൂമട്ടുകളൊക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ നമ്മളിത് പ്രൂണിങ് ചെയ്ത്, ആ പ്രൂണിങ് ചെയ്യുന്ന നമ്മുടെ കട്ടിങ്സൊക്കെ നമ്മൾ വേറൊരു ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ പോട്ടിലോ നട്ട് വെച്ചിട്ട് നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് അതും മഴ കൊള്ളാത്ത സ്ഥലത്തേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത സീസണിലേക്ക് നമുക്ക് ഒരുപാട് കമ്പ്, അതായത് ഒരുപാട് കട്ടിങ്സ് നമുക്ക് അതിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് പുതിയ തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കട്ടിങ്സ് എടുത്തിട്ട് നട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഗ്രോ ബാഗിലൊക്കെ ഒരു കമ്പല്ല, ഒരു 5-8 കമ്പ്, നമ്മൾ ഒരു 8-10 കമ്പ് നമ്മൾ നട്ട് കൊടുക്കുക. നട്ട് കൊടുത്തിട്ട് കുറച്ചൊന്ന് വലുതാകുന്ന സമയത്ത് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഒരു മാസക്കാകുമ്പോഴേക്ക് തന്നെ നമ്മളത് പ്രൂണിങ് ചെയ്യുക. പ്രൂണിങ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ആ ഒരു ചട്ടിയിലുള്ള എല്ലാ കമ്പും നമ്മൾ കട്ട് ചെയ്താൽ അതിൽ നിറയെ ശിഖരങ്ങൾ വന്നിട്ട് നല്ല ബുഷിയായിട്ട് നിൽക്കുകയും ചെയ്യും. അത് നമുക്ക് അടുത്ത സീസണിലേക്ക് അത് നല്ലൊരു ഫ്ലവറിങ് പ്ലാന്റ് ആയിട്ട് മാറും കേട്ടോ. പിന്നെ നമുക്കറിയാം, പിന്നെ നമ്മൾ മഴക്കാലത്തെ അടുത്ത സീസണിലേക്ക് നമ്മൾ ഇങ്ങനെ തന്നെ അല്ലെങ്കിൽ മഴയെ തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ചില ചെടികളൊക്കെ നമുക്ക് നശിച്ചു പോകും. അപ്പോൾ നമുക്ക് ഒരിക്കലും നമ്മുടെ 10 മണി ചെടിയെ വീണ്ടും കിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ വർഷം നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഞാൻ വളർത്തിയിട്ടുള്ള ആ ഒരു 10 മണി ചെടി തന്നെയാണ് ഇപ്പോഴും എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് അത് പോവാത്തത് ഞാൻ ഇതുപോലൊക്കെ ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. ഇപ്പോഴും മഴ കുറച്ചായി, ജൂൺ 10 അപ്പോൾ ഇപ്പോഴും എൻ്റെ മതിലിൻ്റെ മുകളിലുണ്ട്. കുറച്ചൊക്കെ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, കുറച്ച് ഗ്രോ ബാഗിലൊക്കെ നട്ട് നിങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ അത് നമ്മൾ ഇത്രത്തോളം സംരക്ഷിക്കുന്നതുകൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്,
അപ്പോൾ മതിലിൻ്റെ മുകളിൽ ഞാൻ എടുത്തിട്ടില്ല. കാരണം നമുക്ക് കുറച്ച് ഗ്രോ ബാഗും കുറച്ച് ചട്ടി എൻ്റെ കയ്യിൽ വേണം. കാരണം മതിലിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ എടുക്കുന്ന സമയത്ത് അതൊന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കണം. പ്രൂണിങ് ചെയ്യുന്ന ആ ഒരു കട്ടിങ്സൊക്കെ വെറുതെ കളയാൻ എനിക്ക് ഇഷ്ടമല്ല. ഒരു ചെറിയ തുമ്പാണെങ്കിലും ഞാൻ എവിടെയെങ്കിലും അത് നട്ട് വെക്കും. ഞാനിപ്പോൾ പറമ്പിൽ വരെ ഞാൻ കട്ട് ചെയ്തത് നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർക്കും കൂടി കൊടുക്കാമെന്ന് വെച്ചിട്ടുണ്ട് അങ്ങനെ ഞാൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിലൊക്കെ നിറയെ പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. മതിലിൻ്റെ മുകളിൽ നിന്ന് എടുക്കാറായിട്ടുണ്ട്. ഈ ഒരു മാസം ലാസ്റ്റ് ആകുമ്പോഴേക്ക് ഞാനത് എടുത്ത് നല്ല രീതിയിൽ വെക്കും. കാരണം ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് വെയിലറക്കുന്നത് കൊണ്ട് തന്നെ ഞാനിപ്പോൾ ഈ ഒരു ജൂൺ 1 മുതൽ ഞാൻ നനച്ച് കൊടുത്തിട്ടേ ഇല്ലല്ലോ. ചെടികളൊന്നും നനച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ മഴയില്ലാത്ത സമയത്ത് അത് ഉണങ്ങുന്നത് കൊണ്ട് തന്നെ ഇപ്പോൾ മഴവെള്ളം കെട്ടി നിൽക്കുന്നില്ല. നമ്മൾ മഴവെള്ളം കെട്ടി നിൽക്കുന്നതുകൊണ്ട് ശ്രദ്ധിച്ചാലും മതി കേട്ടോ. അത് അങ്ങനെ ശ്രദ്ധിച്ചാലും മതി. പിന്നെ നമ്മൾ അടുത്ത സീസണിൽ, അതായത് ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ കഴിഞ്ഞ് വേനൽക്കാലം തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എല്ലാ കട്ടിങ്സും, അതായത് എല്ലാ ചെടിയും, കട്ടിങ്സ് അല്ല ചട്ടിയിലുള്ള എല്ലാ ചെടിയും നമ്മൾ മഴയ്ക്ക് മുന്നേ തന്നെ നമ്മൾ ബോഗൺവില്ല പ്ലാന്റ്സൊക്കെ പ്രൂണിങ് ചെയ്യുമ്പോൾ ഒന്ന് പ്രൂണിങ് ചെയ്യുക. നല്ല രീതിക്ക് വളം കൊടുക്കാം കേട്ടോ. നല്ല രീതിക്ക് NPK 19 കൊടുക്കുക. അതുപോലെ തന്നെ ഉള്ളിത്തൊലി വെള്ളത്തിലിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഫ്ലവറിങ് ബൂസ്റ്ററായിട്ടുള്ള DAP കൊടുക്കുക. ഇങ്ങനെയുള്ള വളങ്ങളൊക്കെ നമുക്ക് കൊടുത്തിട്ട് നമ്മൾ നല്ല വെയിലത്തേക്ക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അടുത്ത സീസണിൽ നമുക്ക് നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. ഇപ്പം മഴക്കാലത്ത് നമ്മൾ കാര്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ കളറിങ്ങിൻ്റെയും എല്ലാ കട്ടിങ്സും നമ്മൾ മാറ്റി പെട്ടെന്ന് തന്നെ നമ്മൾ സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് വെച്ച് കൊടുക്കുക. അതായത് നമുക്ക് സൺസൈഡിൻ്റെ അടിയിലേക്ക് പാറി വരുന്ന വെള്ളമൊന്നും ഒരു പ്രശ്നമില്ല. സൺസൈഡിൻ്റെ അടിയിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മളത് സംരക്ഷിച്ചു കൊണ്ട് അടുത്ത സീസണിലേക്ക് നമ്മൾ കരുതി വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ഞാനിവിടുന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദിവസം വിചാരിക്കുന്നപ്പോൾ ഗ്രോ ബാഗോ അല്ലെങ്കിൽ ചട്ടിയിലേക്കോ മണ്ണ് നിറച്ചിട്ട് വേണം അത് എടുത്ത് അല്ലെങ്കിൽ മാറ്റി വെക്കാൻ. അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, കട്ടിങ്സൊക്കെ നമ്മൾ വെറുതെ ആവും അല്ലേ. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ഇപ്പോഴും ചോദിക്കുന്നുണ്ട് എന്നോട്, കട്ടിങ്സ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാത്തിൻ്റെയും 1-2 കട്ടിങ്സാണ് കിട്ടിയത് കേട്ടോ. കിട്ടിയിട്ട് ഞാനത് നട്ട് വെച്ചതാണ്. പിന്നെ ഒരു എന്താ പറയുക, പിന്നെ ടേബിൾ റോസ് പറഞ്ഞിട്ടുള്ള ആ ഒരു റോസ് ഉണ്ട് കേട്ടോ, അട്ടിയിട്ടിട്ടുള്ള അതിൻ്റെ ഒരു യെല്ലോ ഞാൻ നഴ്സറിയിൽ പോയപ്പോൾ വാങ്ങിയതായിരുന്നു. പക്ഷേ അതിൻ്റെ 1-2 കമ്പ് പിടിച്ചിട്ട് പിന്നെ അത് ഇതായിപ്പോയി. ഇപ്പോഴും ഉണ്ട് കേട്ടോ, പക്ഷേ അതിൽ എപ്പോഴൊന്നും പൂക്കൾ ഉണ്ടാവുന്നില്ല. അപ്പോൾ അതിൻ്റെ പല കളറും അടുത്ത സീസണിലേക്ക് ഞാൻ ശേഖരിക്കുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ, അടുത്ത സീസണിലേക്ക്. അപ്പോൾ എനിക്ക് ആ ഡബിൾ പെറ്റലിനെക്കാട്ട് ഈ സിംഗിൾ പെറ്റലാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടം. കാരണം പൂക്കൾ നല്ല ഭംഗിയാണ് കാണാൻ. കണ്ടോ, നല്ല നിറയെ പൂക്കൾ കാണുമ്പോൾ നമുക്ക് നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ മതിലിൻ്റെ മുകളിൽ വെക്കുന്നത് കൊണ്ടാണ് ഈ പൂക്കൾ നല്ല രീതിയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പോൾ താഴത്തൊക്കെ ആണെങ്കിൽ ഇത് ഞാനിങ്ങനെ ചട്ടി ചെരിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ട ആവശ്യമില്ല. നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ചെടിക്ക് അത്യാവശ്യം വേണ്ടിയത് എന്താണ്, ഞാൻ എപ്പോഴും പറയുന്നത് നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലുണ്ടെങ്കിലാണ് നമുക്ക് കംപ്ലീറ്റ് നിറയെ പൂക്കൾ ഉണ്ടാകുള്ളൂ. ഇപ്പോൾ മഴ അതുകൊണ്ട് തന്നെ പല ചട്ടിയിലും നമുക്ക് പൂക്കൾ കുറവാണ് കേട്ടോ. ചില ചട്ടികളിൽ നമുക്ക് പൂക്കൾ ഉണ്ടെങ്കിൽ പല ചട്ടിയിലും പൂക്കൾ കുറവാണ്. 10 മണി ചെടി മാത്രം സെയിൽ നടത്തിയിട്ട് ഒരുപാട് വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞാൻ യൂട്യൂബിലൊക്കെ കാണാറുണ്ട്. 10 മണി ചെടിൻ്റെ കട്ടിങ്സാണ്, അതാണ് ഒരു വേര് പിടിപ്പിച്ച ഒന്നല്ല, കട്ടിങ്സ് ഇങ്ങനെ പാക്ക് ചെയ്ത് കൊടുക്കുന്നൊക്കെ കാണാറുണ്ട്. അപ്പോൾ അവരൊക്കെ അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ 10 മണിയൊക്കെ ചെടികളൊക്കെ നട്ട് വരുമാനം ഉണ്ടാക്കാനൊക്കെ പറ്റും. ഞാൻ ഇന്നേ വരെ 10 മണി ചെടി വിറ്റിട്ടില്ല. ഇനിയിപ്പോൾ വിൽക്കുകയാണെങ്കിലും ഞാനത് ഫ്രീ ആയിട്ടാണ് ചോദിക്കുന്നവർക്ക് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ വെള്ള, പിന്നെ മജന്ത കളർ, എല്ലാ കളറിലും ഇങ്ങനെ നമുക്ക് ഒരു രാവിലെ ഒരു 10 മണിയാകുമ്പോഴേക്ക് അല്ലെങ്കിൽ ചില ചെടികളൊരു 8:30 മണിയാകുമ്പോഴേക്ക് വിരിയും കേട്ടോ. 8:30 മണിക്കൊക്കെ വിരിയും. ആ വലിയ ഇതളുള്ളത് എന്താണ് 10 മണി ചെടി എന്നാണ് പറയുക. വലിയ ഇതളുള്ള ചെടി ഉണ്ട് കേട്ടോ. വലിയ ഇതളുള്ളത് അത് പെട്ടെന്ന് ഒരു 10 മണീൻ്റെ മുന്നേ വിരിയാറുണ്ട്. ബാക്കിയൊക്കെ 10 മണിക്ക്. പക്ഷേ ഒരു 3 മണി വരെയൊക്കെ നമുക്ക് പൂക്കളുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കാണ് ചെടിയിൽ പൂക്കൾ കുറയുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന ചെടിയാണ്. നമ്മൾ വളം കൊടുക്കണം കേട്ടോ. ഇപ്പോഴും എൻ്റെ ചെടിയിൽ ഇത്രയും പൂക്കൾ കാണണമെങ്കിൽ എന്താ കാര്യം, ഞാനിതിൽ വളം കൊടുത്തിട്ടാട്ടോ. ഇനിയിപ്പോൾ മഴക്കാലം ആയതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഞാൻ കൂടുതലായിട്ട് അധികം ചെടിക്കും വളം കൊടുക്കാറില്ല. പിന്നെ അഗ്ലോണിമ കലാത്തിയ ബിഗോണിയൊക്കെ പോലുള്ള പ്ലാന്റിന് ഞാൻ ബാസാക്കോട്ട ഫെർട്ടിലൈസറാണ് ഉപയോഗിക്കാനുള്ളത്. കുറച്ച് NPK ഒക്കെ ഇട്ട് കൊടുക്കും. പക്ഷേ ചാണകപ്പൊടി അങ്ങനെയുള്ള വളങ്ങളൊന്നും ഞാൻ മഴക്കാലത്ത് യൂസ് ചെയ്യാറില്ല കേട്ടോ. കാരണം
നമ്മുടെ ചെടി മഴവെള്ളവും ആ ചാണകവും പൊടിയൊക്കെ കൂടി കലർന്നിട്ട് അടിയിൽ കിടഭാഗം നമുക്ക് ചീഞ്ഞ് പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതെ. പിന്നെ മുട്ടത്തോട് പൊടിച്ച പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. മുട്ടത്തോട് പൊടിച്ച പൊടി കൂടുതലായിട്ട് ഇതിൽ നമുക്ക് എന്താ പറയുക, പിന്നെ ലിക്വിഡ് ഫെർട്ടിലൈസറാണ് കേട്ടോ. ഇത് ഫുള്ളായി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ചുവട്ടിലേക്ക് ഇട്ട് കൊടുക്കാൻ പറ്റില്ല. 10 മണി ചെടി ഇങ്ങനെ തിക്കായിട്ട് വളർന്നത് കൊണ്ട് തന്നെ നമുക്ക് പിന്നെ അതിലേക്ക് കൈ വെക്കാനും കൂടി സ്ഥലം ഉണ്ടാവില്ല കേട്ടോ. മണ്ണ് പരിശോധിക്കാൻ കൈ വെക്കാനും കൂടി സ്ഥലം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസറാണ് കേട്ടോ ഇതിൽ ഉള്ളത്. ഞാൻ ബനാന പഴത്തൊലി വെള്ളത്തിലിട്ടിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. മുട്ടത്തോട് പൊടിച്ചത് അല്ലെങ്കിൽ നമുക്ക് കോഴിമുട്ടൻ്റെ തോട് തിളപ്പിച്ചിട്ട് അതിൻ്റെ വെള്ളം എടുത്തിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ നമുക്ക് ഉള്ളിത്തൊലി വെള്ളമാക്കിയിട്ട് ഒഴിച്ചു കൊടുക്കുക. NPK ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ബോൺ 19 എന്നുള്ളൊരു ഫെർട്ടിലൈസർ എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ കലക്കി ഒഴിക്കാറുണ്ട്. അങ്ങനെയുള്ള ലിക്വിഡ് വളങ്ങളൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ചാണകത്തിൻ്റെ പച്ച ചാണകം കലക്കി നമുക്ക് ഒഴിക്കാം കേട്ടോ. വേനൽക്കാലത്താണെങ്കിൽ പച്ച ചാണകം നമുക്ക് കലക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെയൊക്കെ നോക്കിയാൽ നമ്മളെ ചെടി ഇതുപോലെ നമുക്ക് അടുത്ത സീസണിൽ നിങ്ങൾ നോക്കിക്കൊണ്ട് അടുത്ത സീസണിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടോളി. കാരണം അടുത്ത സീസണിലും എൻ്റെ ഒരുപാട് പൂക്കൾ ഞാൻ ഉണ്ടാക്കും. കാരണം ഇതൊക്കെ ഞാൻ നല്ല രീതിയിൽ വിൽക്കും കേട്ടോ. കാരണം നമുക്ക് അധികം എന്താ പറയുക, പൈസ ചിലവില്ലാതെ ഒരുപാട് കെയറിങ്ങും വേണ്ട, ഒരുപാട് പൈസ ഇല്ലാണ്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന അതിമനോഹരമായിട്ടുള്ള പൂന്തോട്ടാക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് നമ്മുടെ ഈ 10 മണി ചെടി കേട്ടോ. കാരണം നമുക്ക് ഒരു നല്ല വെയിൽ മതി കേട്ടോ. വെയിൽ നമുക്ക് പൈസ കൊടുക്കണ്ടല്ലോ. വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റാണ് നമ്മുടെ 10 മണി ചെടി. അപ്പോൾ 10 മണി ചെടിയെ നല്ല രീതിയിൽ നോക്കിയാലുള്ളൂ. ഇനിയിപ്പോൾ 2 മാസം കഴിഞ്ഞാൽ എനിക്ക് 10 മണി ചെടിയുടെ വീഡിയോ എടുക്കാൻ കഴിയില്ല. കാരണം ഇനിയിപ്പോൾ അതിൽ പൂക്കളൊക്കെ കുറയും. ഇപ്പം തന്നെ പൂക്കൾ കുറഞ്ഞിട്ടുണ്ട്. ഇത്രത്തോളം പൂക്കളൊന്നും അല്ലായിരുന്നു എൻ്റെ ഇതിലുള്ളത്. നമുക്ക് പൂമ്പാറ്റകളും അതുപോലെ തന്നെ വണ്ടും അതൊക്കെ വരുന്നത് നമുക്കറിയാം. ഈ ചിത്രശലഭവും അതുപോലെ തന്നെ തേനീച്ചയൊക്കെ വരുന്നത് എന്താണ്, പരാഗണം നടത്താനല്ലേ. ഒരു ഫ്ലവറിൽ നിന്ന് മറ്റൊരു ഫ്ലവറിലേക്ക് പോയിട്ട് പരാഗണം നടത്താനാണ് അവർ വന്നിരിക്കുന്നത്. അവർക്ക് തേനും കിട്ടും, നമുക്ക് നമ്മുടെ പൂക്കൾ നല്ല രീതിയിൽ 2 കളറിങ് ആയിട്ടൊക്കെ കിട്ടുന്നതൊക്കെ പരാഗണം നടന്നിട്ടല്ലേ. അപ്പോൾ നല്ല രീതിയിൽ കണ്ടില്ലേ, ഒരുപാട് കട്ടിങ്സ് നമുക്ക് ഇതിൽ കട്ട് ചെയ്യാനുണ്ട്. പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഞാൻ പറ്റുമെങ്കിൽ ഞാൻ ഈ കട്ടിങ്സിൽ ഈ പ്രാവശ്യം കട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ അയച്ചു തരാം. ഞാൻ ഉറപ്പ് പറയുന്നില്ല. അപ്പോൾ എനിക്ക് ആൾ കൂടി എന്താ പറയുക, ഒരാൾ കൂടി ഹെൽപ്പ് ചെയ്താൽ അത് കൊറിയറായിട്ടൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ മോനെ ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ മോനക്ക് ജോലി സംബന്ധമായിട്ട് കുറേ തിരക്കിലാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ച് പിന്നെ തരാമെന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ നമ്മുടെ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. പൂക്കളിപ്പോൾ ആദ്യത്തെ പോലെ അത്രത്തോളം പൂക്കൾ നമ്മുടെ ചെടിയിലില്ല. പൂക്കൾ കുറഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ചില സമയത്ത് നമുക്ക് രാവിലെ 10 മണിക്കൊക്കെ നോക്കുമ്പോൾ നല്ല രീതിയിൽ ചില ചട്ടിയിൽ എല്ലാ ചട്ടിയിലും കേട്ടോ. ആദ്യമൊക്കെ എല്ലാ ചട്ടിയിലും പൂക്കളായിരുന്നു. അപ്പോൾ ചില ചട്ടിയിലൊക്കെ നമുക്ക് പൂക്കളുണ്ട്. അപ്പോൾ ഒന്നും കൂടി പറയാം, നമ്മൾ മഴവെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് ഓവർ വളം കൊടുക്കേണ്ട മഴയത്ത്. പിന്നെ നമ്മൾ മാറ്റി വെക്കുന്ന സമയത്ത് ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. വേനൽക്കാലം ആകുമ്പോഴേക്ക് നന്നായിട്ട് അടുത്ത സീസണിൽ മഴ കഴിയുന്ന ആ ഒരു സമയത്ത് നമ്മൾ ഒന്നും കൂടി നന്നായിട്ട് പ്രൂണിങ് ചെയ്തിട്ട് നല്ല രീതിയിൽ വളവും കൊടുത്തിട്ട് നമ്മൾ നല്ല വെയിലത്തേക്ക് വെച്ചാൽ അടുത്ത സീസണിൽ നമുക്ക് നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവും കേട്ടോ. പിന്നെ ആര് ചോദിച്ചാൽ കട്ടിങ്സ് കൊടുത്തോളൂ. കട്ടിങ്സ് കൊടുക്കുന്നതിനനുസരിച്ച് നമ്മളെ പുതിയ തളർപ്പ് വരുമ്പോൾ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിലും നിങ്ങൾ മടിച്ച് നിൽക്കണ്ട. ആര് ചോദിക്കുകയാണെങ്കിൽ കട്ടിങ്സ് കൊടുക്കുക. കാരണം നമുക്ക് ഓരോന്ന് കട്ട് ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമുക്ക് 2-3 ശിഖരങ്ങൾ വരുമ്പോൾ ചെടിയൊന്ന് നല്ല രീതിയിൽ ബുഷിയാവും കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ട്രിക്ക്. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടി ഇത്രയും നല്ല കേട്ടോ. ചില ആളെടുത്ത് ഒരുപാട് കട്ടിങ്സ്. അപ്പോൾ കണ്ടില്ലേ, ഇത് ഞാൻ ഇന്ന് എടുത്ത വീഡിയോ കേട്ടോ. മറ്റേതൊക്കെ 2-3 ദിവസം മുന്നത്തതാണ്. അപ്പോൾ ഇന്നൊരു വൈകുന്നേരം എടുത്തതാണ് കേട്ടോ വീഡിയോ ഇത്. അപ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്ക് നമ്മളെ പൂക്കളൊക്കെ ഒന്ന് ഉണങ്ങിയിട്ട് കണ്ടില്ലേ ഒന്ന് ഇതായി പോകും. അപ്പോൾ പൂക്കളിപ്പോൾ കുറയുന്നുണ്ട് കേട്ടോ. കുറേയൊക്കെ പൂക്കൾ കുറയുന്നുണ്ട്. മറ്റു ചെടികളൊക്കെ നമുക്ക് ഇലച്ചെടികളൊക്കെ ഇപ്പോൾ നല്ല എന്താ പറയുക, അവർ വലിയ ആൾക്കാരാണ് കേട്ടോ. ഇപ്പം പൂക്കള ചെടികളെ അവർ എന്താ പറയുക, നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കുക ഇലച്ചെടികളെ. കാരണം ചെടികൾ നമുക്ക് പൂക്കൾ കുറയും. ബൊഗൻവില്ല പ്ലാന്റ്സിൻ്റെ ഒക്കെ തന്നെ പൂക്കൾ ഇപ്പോൾ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. നല്ല രീതിയിൽ കുറഞ്ഞിട്ടുണ്ട്. ബൊഗൻവില്ല പ്ലാന്റ്സ് നല്ല രീതിയിൽ പൂക്കൾ കുറഞ്ഞതിന് ശേഷം അതൊന്ന് വെട്ടി ഒതുക്കി മാറ്റി ഹൈബ്രിഡ് ഇനത്തിൽ ഇന്ന് ഒരു കമൻറ്റ് വന്നിട്ടുണ്ട് എനിക്ക്.
പിന്നെന്താ പറയുന്നത്, ബൊഗൻവില്ല പ്ലാന്റ്സിന് വെള്ളം കെട്ടി നിൽക്കാൻ പറ്റുമോ എന്നുള്ളൊരു കമൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബൊഗൻവില്ല പ്ലാന്റ്സ് നാടനാണെങ്കിൽ പ്രശ്നമില്ല, അതും വെള്ളം കെട്ടി നിൽക്കരുതോ, മഴയത്ത് വിൽക്കുന്നതിന് പ്രശ്നമില്ല. ഹൈബ്രിഡ് ആണെങ്കിൽ നമ്മളെടുത്ത് മാറ്റുന്നത് നല്ലതാണ്.